എന്തോന്നാടാ ഇക്രു അത്? ഒരു പൊതിയാ മാമേ. ഇതാരാ വിഷക്കോല് ഇവിടെ കൊണ്ടുവച്ചേ? അറിയത്തില്ല ചേട്ടത്തി, എന്നതാ ഇത്? മിണ്ടാ. എന്നാലും ഇതിനും മാത്രം ധൈര്യമുള്ളവന്മാരുണ്ടോ നമ്മുടെ നാട്ടില്? ഞാൻ കാലത്ത് ലോനപ്പേട്ടന്റെ അവിടെ പാല് കൊടുക്കാൻ പോകുമ്പം ആ ബേക്കറി മത്തായി ഇവിടെ കിടന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. ഇനി അങ്ങേരായിരിക്കുവോ? അവനല്ല. അമ്മച്ചിയെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതെന്താണ് ഒരു സ്വർണ്ണ പൊതി? ഓർക്കോ, ഓർക്കറച്ചി ആമെങ്കിൽ കൂർക്കിട്ട് വെച്ചാ മതി. ചേട്ടത്തിയേ, എന്നാന്നും മനസ്സിലായില്ലേ? എന്നാലും ബേക്കറി മത്തായി ഇത് എപ്പോയിട്ട് കെട്ടിപ്പൊതിഞ്ഞവിടെ കൊണ്ട് വെച്ചിട്ട്. എന്നിട്ട് മത്തായി ചേട്ടത്തിയോട് ചോദിക്കുവാ പോർക്കിറച്ചിയാണോന്ന്. ഊർക്കയിട്ട് വെച്ച് തിന്നോളാൻ. അവനെ ഞാൻ തീറ്റിക്കാം. ഇവിടെ വിഷക്കോലെ 2 തേക്കുണ്ടല്ലോ ഇങ്ങോട്ട് പറിച്ചേടാ. കുറച്ച് മീനാ താണ്ടം വെച്ച് വരാന്. കൊടംപുടിയിട്ട് വെച്ചാ മതി, കലക്കും. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ? അല്ല, കാക്കൂസൊന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. എടി ത്രേസിയേ, അടുപ്പിന് ചാര ഇരിപ്പുണ്ടോടി? വരാലാകുമ്പോൾ ചാര വിട്ട് പിടിച്ചില്ലേ തോല് ശരിക്കും ഉരിഞ്ഞു പോരത്തില്ല. എവിടുന്നാ അമ്മച്ചി വരാല്? അങ്ങനെ ചാച്ചപ്പം കൊണ്ടുവന്നതാ. നീ കുറച്ച് കുളമ്പേരി വെള്ളത്തിൽ എന്താ പറ്റിയത്? ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. ഇതും ഈ നാട്ടിലെ കഥയാണ്. എന്നാൽ ഈ നാടിന്റെ കഥ ഇതല്ല. മുകളിൽ കർത്താവ്, നേർച്ചപ്പെട്ടിയിൽ ഗാന്ധി, നടുവിലൊരു കപ്പ്യാരും.
കപ്പ്യാരെ മുണ്ട് ഉടുമുണ്ട്. തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോശാന ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോശാന. എങ്ങോട്ടാണ് നീ നോക്കുന്നത്? നിന്നെ തന്നെ. നീ തന്നെ എഴുന്നേക്കടാ, ഇറങ്ങടാ, ഇറങ്ങടാ വഴിയിൽ. പള്ളിയിൽ നിന്നിറങ്ങിയ പൈലക്കുട്ടിക്ക് ചന്ദ്രനിൽ ഇറങ്ങിയ നീൽ ആംസ്ട്രോങ്ങിനുണ്ടായ അതേ ഏകാന്തത അനുഭവപ്പെട്ടു. ആമേൻ. ഒന്നും വിചാരിക്കരുത്, വിഷമം കൊണ്ട പാവം. ഉറക്കം തൂങ്ങാനും സംസാരിക്കാനുമായി ആരും പള്ളിയിലോട്ട് വരണ്ട. കുർബാന കഴിഞ്ഞിട്ടില്ല, അവിടെ ഇരി. സോളമൻ ഇവിടെ അവൻ വന്നില്ലേ? സോളമൻ മാത്രല്ല അച്ചോ, ശോശനി വന്നിട്ടില്ല. വേറെ പിള്ളേരാ പാട്ട് പാടുന്നത്. വയ്യാത്ത കാല് വെച്ച് ഞാൻ ഒറ്റയ്ക്ക് പണിയൊക്കെ ചെയ്തു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്താ അപ്പച്ച ഉറങ്ങാനും സമ്മതിക്കുന്നു. ഈ ഇടവകയിൽ ഒരു ഒറ്റ കുഞ്ഞു മനുഷ്യനുമില്ലാതെ പള്ളിക്കകത്താ. ചാളിയിൽ ഇറങ്ങി കിടക്കുന്ന പന്നിയെ പോലെ നീ ഇവിടെ ഇങ്ങനെ പൂണ്ട് കിടക്ക. പല വട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കിടക്കരുതെന്ന്. എനിക്ക് പനിയായിട്ടില്ല അപ്പച്ച. വേസിമാലൊക്കെ ആ കാപ്പിൻ കൊടുത്തേക്ക്. ഇതങ്ങ് കുടിച്ചേച്ച് പള്ളി ചെന്ന് കുർബാന കൊടു. നീ പേടിക്കണ്ടടാ, ഇത്തവണ നിന്നെ ഒരു റൗണ്ടെങ്കിലും വായിപ്പിക്കും. ഇതെന്നാന്നേ കുത്തിക്കൊള്ളുന്നേ? ഓ അതിന്റെ ചിറക അപ്പച്ച. നിനക്കിതൊന്ന് വെട്ടി നിർത്തിക്കൂടെ?